പറയാൻ വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ആ കണ്ണാപ്പി കുറെ കള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്. എല്ലായിടത്തും കൂടിയാണ്. ആ കണ്ണാപ്പിയുടെ ലൈവ് കാണുന്ന ആരൊക്കെ ഉണ്ടോ എല്ലായിടത്തും കൂടി ഞാൻ പറയണേ, കള്ളത്തരവാണ്. എന്നില്ല ഞാൻ പറയാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് ഗെയിം കളിക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറയാമേ. അവൻ ഫുള്ള് കള്ളത്തരവാണ് പറഞ്ഞത്. അവൻ ഇന്നലെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ നിന്ന് കാറും എടുത്ത് ഫസ്റ്റേ വിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ഓൾറെഡി വണ്ടിയൊക്കെ തട്ടിയൊക്കെ കഴിഞ്ഞു. എന്നെ അവൻ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ടിയിൽ പരിചയമുള്ള ഒരു വണ്ടി സൈഡിൽ കിടക്കുന്നു. കുറച്ച് ആൾക്കാർ ഒരു പരിചയമുള്ള ഒരു 3-4 പോകും. ഞാൻ നോക്കിയപ്പോൾ കണ്ണാപ്പി ടീമോടെ വണ്ടി നിർത്തിയിട്ട് പ്രശ്നം. ഞാൻ ചോദിച്ചാൽ എന്തൊരു സീൻ എന്തെന്ന് വെച്ചപ്പോഴത്തേക്ക് ബുള്ളറ്റിൻ്റെ വണ്ടിയുടെ ഒരു സൈഡ് മിററിന് പോയി. ഞാൻ ചോദിച്ചാൽ എന്തൊരു സീൻ എന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് ഓവർടേക്ക് ചെയ്ത് നമ്മൾ പാസ് ഇട്ടെണ്ണ ഓവർടേക്ക് ചെയ്തപ്പം ഇങ്ങേരും കൂടി റൈറ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ റോഡിൻ്റെ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ കൊണ്ട് കയറ്റി തന്നേന് എന്നാണ് പറഞ്ഞത്. ഞാൻ ചേട്ടേ ഇപ്പോൾ ഇതിപ്പോൾ എന്തിന് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ബോബൈ പോലീസിനെ വിളിച്ചവിടെ. ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങേരും ഇങ്ങനെ വണ്ടി ഇടാത്ത തന്നെ ഇരിക്കുന്നു. മറ്റേ ഇന്ത്യ പോസ്റ്റിൻ്റെ വണ്ടിയില്ലേ, അതാണ് മറ്റേ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രത്തുനിന്ന് എറണാകുളത്തോളം വണ്ടി, അതിൻ്റെ അങ്ങേരം അതിനകത്ത് തന്നെ ഇരിക്കുന്നു. പെനഞ്ഞ് പേടിച്ചിരിക്കുന്നു. എനിക്ക് ഇവന്മാർ മറ്റേ ഉണ്ടായിസം വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, എന്തൊക്കെ ചെയ്യോടാ പോലീസ് കളികളാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെരട്ടി വെച്ചിരിക്കുകയാണ്. അവസാനം ഞാൻ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങേരുടെ അടുത്ത് ഞാൻ പറയടാ കിയയുടെ കിയയിൽ ഉള്ള ആയിരത്തിന് വിളിച്ചിട്ട് പൈസ എത്രയാവുമെന്ന് ചോദിക്കാൻ പറഞ്ഞപ്പോൾ 4000 രൂപയാവുമെന്ന് പറഞ്ഞത് ശരിയാക്കാൻ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, 4000 രൂപയാവുമെന്ന് പറ, എന്നിട്ട് അതിന് എത്ര രൂപ അങ്ങേർക്ക് തരാൻ പറ്റുമോ ചോദിക്കാൻ പറഞ്ഞു. എന്നാൽ നേരെ അങ്ങേര് പോയി ചോദിച്ചു. അങ്ങനത്തെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു പോരെ, ഞാൻ 750 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഓട്ടം ഓടുന്നത് ഡെയിലി. ഇവിടെ അവിടെ പോയപ്പോൾ എനിക്ക് 750 രൂപ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടുന്നത്. ഞാൻ ഇവിടുത്തെ ടെമ്പററി സ്റ്റാഫാണ്, പെർമനൻറ്റ് പോലും അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് എടാ 750 രൂപ കിട്ടുന്ന ഒരുത്തരെയൊക്കെ നമ്മൾ കുത്തിരി പിടിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ദൈവം പോലും നമ്മളെ പുറക്കുക. അവരൊക്കെ മറ്റേ ദിവസം ഓട്ടത്തിന് കിട്ടുന്നവരുടെ നിന്ന് 750 രൂപ കിട്ടുന്നവരുടെ അടുത്ത് നീ പറയണത് 4000 രൂപയായി 2000 രൂപയിൽ നീ തന്നിട്ടേ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നമ്മളൊരു പോക്കറത്തിന് ഒരു മനുഷ്യത്വം ഇല്ലാത്തവരായിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ പറയട്ടെ പൈസ വേണ്ട വിട്, നമുക്ക് 4000 രൂപയുടെ ദിവസമല്ലേ എന്തിനു ചെയ്യാം വിടാന്ന് പറഞ്ഞ്. അതുകൊണ്ട് അവന്മാർ വിട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ വിട്ട പാതി അവന്മാർ നേരെ വണ്ടി ആ ഒഴിഞ്ഞ ഗ്ലാസ്സുള്ള വണ്ടി എടുത്ത് വീണ്ടും പച്ചക്കുപ്പി വാങ്ങാനായിട്ട് പോണ്. നേരെ വിട്ട് നമ്മൾ നടക്കുകയാണ്. നമ്മളവിടെ നിന്ന് നടന്ന് വണ്ടി എത്തിയില്ല. നമ്മൾ പോയി വണ്ടി എടുത്തില്ല. അതിന് മുമ്പേ അവന്മാർ 11 മണിക്ക് കട അടങ്ങി 10:45 അപ്പോൾ ഉടനെ നീയല്ലേ പോയി ഒടിഞ്ഞ ക്ലാസ് എടുത്തോണ്ട് വന്നത്. അണ്ണാ 750 വെച്ച് പന്തലി 23,000 കിട്ടും റിച്ചെന്ന്. ബ്രോ ഈ 750 വെച്ച് അങ്ങനെ പ്രായം എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് ഒരു എങ്ങനെ പോയാലും ഒരു 45 വയസ്സുണ്ട് ആവറേജ്. ഞാൻ വന്ന് കള്ളൻ 45 വയസ്സുള്ള ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തി അവിടെ ചൂഷണം ചെയ്യുന്നു. ചൂഷണം പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബോബ അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് കൺട്രോൾ റൂം പെട്ടെന്ന് ഇത്തിക്കര പാലം പറഞ്ഞു. കൺട്രോൾ റൂം ഇത്തിക്കര പാലത്തില് പോലീസ് വന്നു. എന്നിട്ട് അല്ല സംസാരിച്ച് സോൾവ് ആക്കി. അങ്ങേർക്ക് പൈസ ഇല്ലാത്തെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു വേണ്ട പൊക്കോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ വീണ്ടും കൺട്രോൾ വിളിച്ചു ഇനി വരണ്ടെന്ന്. പോലീസ് പറഞ്ഞു അവിടെ നിലടാ നീ പോണ്ട, നീ വന്നിട്ട് പോയത് പറഞ്ഞു. എന്നിട്ട് പോലീസ് വന്നപ്പോഴത്തേക്ക് കണ്ണാപ്പി അണ്ണ സംസാരിക്കുന്ന പിന്നെ പോലീസിന്റെ അടുത്ത് വന്നു. എന്റെ മണ്ടയില് ഞാൻ പറഞ്ഞു നീ വണ്ടി ഓടിച്ചിട്ട് ജാതി സംസാരിക്കുന്ന നീ സംസാരിച്ചിരുന്നെങ്കിൽ പോലീസ് അടിച്ചേനെ അങ്ങനെ കൊണ്ടുപോയേനെ നിന്നെ കയറ്റിക്കൊണ്ട്. ഞാൻ സംസാരിക്കാൻ ചാൻസ് കൊടുക്കാതിരുന്ന ഭാഗ്യം. കള്ളത്തരൊക്കെ ഫുൾ കള്ളത്തരം കഴിച്ചു. ഞാൻ നോക്കിയപ്പോ ഇവൻ പറയണ ഇവര് വിഷമമായെന്ന്. ഇവൻ കള്ളൻ, ഇവര് ഒരു വിഷമവും. ഇവൻ നോക്കിയപ്പോ ആ മറ്റേ കാറിന്റെ ഗ്ലാസ് ഞാൻ പറയട്ടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വെച്ച് വിടുത്ത് ഞങ്ങള് നടന്ന് കാറിൽ കയറിയില്ല, തിരിച്ചു പോയി. അതിന് മുമ്പേ ഇവന്മാര് നമ്മളെന്നാ പോയിട്ട് വരാന്ന് നോക്കിയപ്പോ നേരെ വിടുന്നു. 11 മണിക്ക് കട അടക്കി വന്ന് 10:45 അപ്പൊ ഇവര് കട അടക്കുന്നതിന് എത്തണ്ടേ, നേരെ വെച്ച് വിടുന്നു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞ ഇവനാണ് വിഷമം എന്ന് പറയുന്നത്. ഈ 50 ചിരിക്കുന്നുണ്ടല്ലോ, ഇവരൊക്കെ ലോക ഹറാണ്. ഒരു 5 പൈസയുടെ വിഷമം ഇല്ല. അച്ഛ അവിടത്തെ പോലീസാണെന്ന് ഒന്ന് വിളിച്ച് സോൾവ് ആക്കാൻ പറയാൻ പോലും പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛ അടിച്ചവിടെ സെറ്റാക്കി അടക്കിയായിരിക്കും, എനിക്ക് വിളിക്കാൻ പറ്റൂലെന്ന് പറയാണ്. ഇങ്ങനത്തെ എക്സ്ക്യൂസ് പറയുന്ന റാസ്കലാണ് കൂടെയുള്ള കൂട്ടുകാരന്മാര്. ഇവന്റെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം.
ഓ അച്ഛൻ അരടിച്ച് അവിടെ പെരഞ്ഞ് കിടക്കുകയാണ്, അച്ഛനെ വിളിക്കാൻ പറ്റൂലെന്ന്. ബുള്ളറ്റ് ബുള്ളറ്റ് അതോടെ സന്തോഷമായി. ബുള്ളറ്റ് പിടഞ്ഞു, ജീവനും കൊണ്ട് പിടഞ്ഞു ഓടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞ കള്ളത്തിന് കുറച്ച് നീ മായം ചേർത്തല്ലേ പറഞ്ഞത്. അത് ഞാൻ അയ്യോ എടാ ഈ പറഞ്ഞതിന് ഒരു മായം ഇല്ലെന്നാണ് നീ പറയുന്നത്. ആ ബോബും ഇന്നലെ അവസാനം സത്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്ന് അവന്മാര് പറയാണ്, അവന്മാര് വന്നിട്ട് പറയണ അണ്ണ ഇവന്റെ സൈഡിലാണ് മിസ്റ്റേക്ക്, കൊണ്ടുവച്ച് കയറ്റി കൊടുത്തിട്ട് അങ്ങനെ പുള്ളിയുടെ സൈഡിലെ പെർഫെക്റ്റ് അടിച്ചുവിട്ടായിട്ട് അവിടെ തിരക്കണ്ടിട്ട് ഇങ്ങനെ പറയാന്ന് പറഞ്ഞു. ഓൾറെഡി 50 രൂപ പ്ലാൻ ചെയ്യാനായിട്ട് അവിടെ ഇരുന്നിട്ട് എന്തര് ഇന്നലെ മേടിച്ച് കൂച്ചിട്ടേ ഇരുന്ന് പറ ഫിറ്റ് ഇറങ്ങിയില്ലേ കള്ളുകൂടിയാ ഇവന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. കണ്ടല്ലേ ഇപ്പൊ ആൾക്ക് ബോധമുണ്ട്. അപ്പൊ കൺസിഡർ ചെയ്യണം, മനസ്സിലായില്ലേ? ഇപ്പൊ ആൾക്ക് ബോധമുണ്ട്, അപ്പൊ കൺസിഡർ ചെയ്യണം. ഇടിക്കുമ്പോഴും ബോധം ഉണ്ടായിരുന്നു, ഇപ്പോഴും ബോധമുണ്ട്. അപ്പൊ പിന്നെ വാക്ക് മൊഴിമാറ്റം വന്നിട്ടില്ല, മനസ്സിലായില്ലേ? പക്ഷെ ഇല്ല വിടുന്നല്ലടാ, നിന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്. നീ വലിയ ഭയങ്കര ഡ്രൈവറാണെന്ന് പറഞ്ഞ് നടന്നതാണ്. ആദ്യമായിട്ടാ എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇതുണ്ട്, മറ്റേ ഡിപ്പ് ഉണ്ട് ഡിസൈൻ വെച്ചിരിക്കുന്ന, അത് ഇടിച്ച് കളക്കി. അതിന്റെ പാതി ഒടിച്ചങ്ങ് വെച്ച് തന്നു. അതിന്റെ അറ്റത്തിരി പൊട്ടിയിരുന്നതേ ഉള്ളായിരുന്നു, അത് ഇടിച്ച് ഒടിച്ചിങ്ങി തന്നു, ഒടിച്ച് കൈ തന്നു. മറ്റേ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പല്ലില്ലേ, ഫ്രണ്ട് പല്ലിന്റെ അറ്റ ഇടികൊണ്ട് പൊട്ടി അങ്ങനെ ഇരിക്കും, അതുപോലെ ആക്കി ഒരു വണ്ടിയുടെ കോലം മാറ്റി തന്നു. അത് ഗേറ്റ് തുറക്കാനായിട്ട് ബോബ് തുറക്കാന്ന് പറഞ്ഞു, അത് തുറന്നില്ല. ബോബ് കൊണ്ട് പെട്ടെന്ന് കൊണ്ട് ചവിട്ടി, ഇനി ചവിട്ടിട്ട് കിട്ടിയില്ല. ചവിട്ടിട്ട് കിട്ടായിരിക്കും, എന്റെ വണ്ടി ബ്രേക്ക് ഇല്ലാത്ത വണ്ടി അല്ലല്ലോ. അല്ല അങ്ങനല്ല, സ്ലോയിലായിരുന്നു ഇടിച്ചത്. സ്ലോയിലാണ് പക്ഷെ സാധനം പൊടിച്ച് പിന്നെ വേറെ തന്നെ വിളിക്കുന്നു ബോബോയ് ഗെയിമിങ്. ആള് വേറൊരു മാമൻ വന്ന് വണ്ടിയുടെ കുണ്ടി ചാർത്തിന്ന് വിളിക്കുന്നു എന്നെ. എന്നിട്ട് എണ്ണ ഇയാളെ പൈസ മേടിച്ചിട്ടേ വരുള്ളൂ. ഞാൻ പറയാം എന്റെ പൊന്നെ നീ തിരി വാ, വേണ്ട പൈസ വേണ്ട, നീ വാന്ന് പറഞ്ഞു. കളവരായിട്ട് തർക്കിക്കുന്നു. അങ്ങേരെ ആക്റ്റീവ് കൊണ്ട് കയറ്റിയെന്ന്, അങ്ങേരെ 500 രൂപ തരാന്ന് പറഞ്ഞത്, അത് പറ്റൂലെന്ന്. അങ്ങേരെ 500 രൂപ ഒതുക്കാൻ നോക്കിയത് പറ്റൂലെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അടി ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണ് ഈ എന്റെ കൂടെ ഉള്ളത്. ഇന്നത്തെ കേസോടാണ്. എനിക്ക് രാവിലെ തന്നെ മെസ്സേജ് അയച്ചേക്കുന്നു കണ്ണാപ്പിന്ന്. എന്തിനാണ് പ്രതീഷ് ബ്രോ അയച്ചത് രാവിലെ? നീ എന്ത് പ്രതീഷ് ബ്രോയ്ക്ക് എന്തിനാ മെസ്സേജ് അയച്ചത് കണ്ണാപ്പി? കണ്ണാപ്പി എന്നിട്ട് ഇന്നലെ ഒരു ഡയലോഗ് അടിച്ച്, അതും കൂടി പറയണം. സാധാരണ ശരിയാക്കാൻ 4000 രൂപ എന്ന് പറഞ്ഞു. ഇപ്പൊ തിരക്കിയപ്പോ കണ്ണാപ്പി 5500 രൂപ കേട്ടാ ശരിയാക്കാൻ. അതിന്റെ ബേസും കൂടി മാറ്റണം. ഓ അപ്പം മൊത്തം 5500 രൂപ ആവും. 5500 രൂപ കണ്ണാപ്പി എന്ത് ചെയ്തിട്ടാണോ, വട്ടിപ്പിരിവ് എടുത്തിട്ടാണേലും മറ്റെന്തൊരു ചാറ്റ് സ്ട്രീം നടത്തിയിട്ടാണേലും എങ്ങനെയാലും കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് അത്, അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കണ്ണാപ്പി? ലോൺ മറ്റേ സ്ലൈസ് മണി അതാണ്. എന്തൊരു കൂട്ടുകാരുടെ അടുത്ത് അവരെ മുഞ്ചിരിക്കുന്നത് വീണ്ടും കള്ളൻ വേണ്ട. കൂട്ടുകാരുടെ അടുത്ത് അവരെ മുഞ്ചിരിക്കുന്നത്, പിടിക്കുന്നെങ്കിൽ അവരെ ഒന്ന് പിടിച്ചോണ്ടു. കിട്ടത്തില്ല, അത് അപ്ലൈ ചെയ്തിട്ടില്ലാത്തല്ല, കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട് EMI ഇട്ട് അടച്ചു തീർക്കുമെന്ന്. അല്ല കൂടെ ബാക്കിൽ കുണ്ടി വെച്ചിരുന്നവർക്കും വെച്ച് കുറച്ച് 500 വെച്ചാ കൊടുക്കാം കേട്ടാ. നിന്റെ കുണ്ടി ആക്കാറില്ലായിരുന്നു, നിന്റെ കുണ്ടിയുടെ 500 നിനക്ക് കൊടുക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. പൈസ കൊടുത്താൽ സപ്പോർട്ട് ചെയ്യണ്ട, പൈസ കൊടുത്താൽ എന്നാ പിന്നെ ഓക്കെ. അപ്പൊ കണ്ണാപ്പി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത്ര പേര് കേട്ടിട്ടുണ്ട്.